അപ്പോൾ ഹായ് ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഇത് ഇന്നലത്തെ വ്ളോഗിന്റെ കണ്ടിന്യൂഷൻ ആണ്, നേരത്തെ വ്ളോഗിന്റെ കണ്ടിന്യൂഷൻ ആണ്. ദിസ് പാർക്ക് ഇസ് സോ അമേസിംഗ്. എന്തായാലും ഇന്നലത്തെ കണ്ടിട്ടില്ലെങ്കിൽ, ഇന്ന് മുമ്പ് ഇട്ട വ്ളോഗ് കണ്ടില്ലെങ്കിൽ അതൊന്ന് പോയി കണ്ടിട്ട് ഇത് കാണുക. ഇറ്റ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസസ് വി ഹാവ് എവർ ബീൻ ടു. വേഗം ഇവിടെ ഹലോ കിറ്റിയുടെ ഷോ നടക്കുന്നുണ്ട്, അത് പോയി കാണാം. അപ്പോൾ വൺസ് അഗൈൻ വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇത് ഹലോ കിറ്റിയുടെ ഡ്യൂപ്പാണ്. ബാ വേദു. Ух, ну конечно! Это же очень важно! കണ്ടാ? Здорово! Тогда все просто замечательно! Ей это точно понравится! Ну, конечно! А, кстати, все же знают, что Hello Kitty носит бантик из красной ленты. Правда? Бантик – символ дружбы и счастья. Это верно! Hello Kitty хочет, чтобы все были счастливы и дружили! И красит маки свой цвет и звезд. വേദു ഡാൻസ് ഡാൻസ് ഡാൻസ്. Красный маня. Синий красный вкусный беряк, рыбалит красными даже моря. Цвет который покорит всех подряд. Тебя и меня. വേദു ക്ലാപ്പ് ക്ലാപ്പ് ക്ലാപ്പ്. Радость и свет яркой большой. അടിപൊളിയല്ലേ? ബായ് പറ, ബായ് പറ. Кисти возьми, ബാ. колокольчик громко звени. ദേ മുകളിൽ ഹലോ കിറ്റി വന്നു. О скорой встрече. ദേ ഹായ് പറ വേദു, ഹായ് പറ. കണ്ടാ ക്യാറ്റ് വന്ന കണ്ടാ? ഒരു ഹായ് പറഞ്ഞേക്ക്. അതുമാത്രമല്ല, ഹലോ കിറ്റിയുടെ കഫേ ഉണ്ട്. ഇറ്റ് ലുക്സ് സോ പ്രിറ്റി. ഫുഡും ഭയങ്കര ഭംഗിയായിരിക്കും, ഭയങ്കര ഒരു ക്യൂട്ട് സംഭവമായിരിക്കും. ചെയർസ് ഒക്കെ കണ്ട ആ വേദു ഇരിക്കാൻ പോകണം. ഇപ്പോഴല്ലേ നമ്മൾ കഴിച്ചേ? ഇരിക്കാൻ പോകണം മോൻ. ഫുഡ് ഐറ്റംസ് അപ്പം നോക്കിയിട്ട് വരാം. പ്രിയ കയറി ഇരുന്നു വേദു. ഹൗസ് എ പ്ലേസ്? ഇത് ആക്ച്വലി ഗേൾസിനെ പറ്റിയ സ്ഥലമാണ്. വേദുവിന് ഇങ്ങനൊന്നും കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നില്ല. വേദുവിന് ശാശയും ഹലോ കിറ്റി എന്താണെന്ന് വേദുവിന് അറിയില്ല. വേദുവിന് അറിയാം, ഇഷ്ടമാണ് അവൻ. ഇടയ്ക്കിടയ്ക്ക് വെക്കാറുണ്ട്. പക്ഷെ എവിടെ വേദു? ദിയക്കൊക്കെ ആണെങ്കിൽ ഇഷ്ടപ്പെടും. ഇപ്പൊ ലഞ്ച് കഴിച്ചില്ലായിരുന്നെങ്കിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ എടുത്ത് കഴിച്ചേനെ. ജസ്റ്റ് സീ ഹൗ ബ്യൂട്ടിഫുൾ എവറിത്തിങ് ലുക്സ്. ഭയങ്കര ക്യൂട്ട്നെസ് അല്ലേ എല്ലാത്തിനും. എല്ലാം ഒരു ജാപ്പനീസ് ടച്ച് ഉള്ള പോലെയുണ്ട്. അടിപൊളി. ഇതേ പാൻ കേക്ക് നോക്ക്. ഷോ, ഇവിടുന്ന് കഴിച്ചാൽ മതിയായിരുന്നു. ഇതൊന്നും അറിയുന്നില്ല. ഇങ്ങനെ നടന്ന് വരുമ്പോഴല്ലേ ഓരോന്നും അറിയുള്ളൂ. പ്രിയ അടയ്ക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പോയിട്ട് വരാം. പ്രിയ അമേരിക്ക എന്ന് പറഞ്ഞ് എന്തായാലും അമേരിക്കയിൽ പോയില്ല. ഇത് ഇവിടുത്തെ അമേരിക്കയാണ്, ന്യൂയോർക്ക്. കണ്ട ബ്രോഡ്വേ സ്ട്രീറ്റ് ഫുൾ അമേരിക്കൻ തീമിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അമേരിക്കയാണോ? ഇത് കണ്ട പിസ്സേറിയൊക്കെ. അമേരിക്ക കയറിയപ്പോൾ തന്നെ ഫുഡിന്റെ രീതിയൊക്കെ മാറി. ഒരു ന്യൂയോർക്ക് രീതിയിലുള്ള പിസ്സേറിയ. വേദു ഫുൾ എനർജി ആയി അമേരിക്കയിൽ എത്തിയപ്പോൾ. കണ്ട ഫുൾ ഓട്ടമാണ്. ഹൾക്ക് ഇൻ അമേരിക്ക. അതുതന്നെ ഒരു ചെറിയൊരു ചൈന ടൗണിന്റെ ലുക്ക്. എന്ത് രസത്തിൽ അവർ ഓരോ ഏരിയ ചെയ്തിരിക്കുന്നത്. കണ്ട ഒരു ബ്രിഡ്ജ്, എനിക്കൊന്ന് ന്യൂയോർക്ക് ബ്രിഡ്ജോ ബ്രുക്ലിൻ ബ്രിഡ്ജിനോ വല്ല രീതിയായിരിക്കും. ഐ ലവ് ന്യൂയോർക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. എന്തായാലും സർപ്രൈസിങ് ആണ്. റഷ്യ വന്നിട്ട് അവർ ഈ ഒരു ന്യൂയോർക്കിനെ ഇങ്ങനെ പൊക്കി ഒരു സ്ട്രീറ്റ് ചെയ്തത്. അമേരിക്ക റഷ്യ അടിയാണല്ലോ. ഇവിടെയാണ് നിഞ്ച ടേർട്ടിൽസിൻ്റെ ഇത് കേട്ടോ ഏരിയ. അമേരിക്കയിലാണല്ലോ നിഞ്ച ടേർട്ടിൽസ്. സോ എന്ത് അടിപൊളി ചെയ്തിരിക്കുന്നു ശരിക്കും. വി ഫീൽ ലൈക്ക് യു നോ വി വാക്കിംഗ് ത്രൂ ദ സ്ട്രീറ്റ്സ് ഓഫ് ന്യൂയോർക്ക് എന്നുള്ളൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട്. അടുത്തത് നമ്മൾ ഈ കയറാൻ പോകുന്നത് സ്മേർഫ്സ് വില്ലേജ് ആണ്. സ്മേർഫ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഈ ഒരു ബ്ലൂ ക്യാരക്ടേഴ്സ് ആണ്. ഭയങ്കര ക്യൂട്ടാണ് ഇവരുടെ സിനിമ. ഇവർക്ക് പാട്ടൊക്കെ ഉണ്ട്. ഇറ്റ്സ് എ നൈസ് ഏരിയ. ഇത് എനിക്കൊന്ന് വേദുവിന് ഇവിടെ കുറേ സാധനങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. കിഡ്സിന് പറ്റിയ സാധനങ്ങളാണ്, ചെറിയ പിള്ളേർക്ക്. പക്ഷെ വേദു ഓടിപ്പോവാ ഒരു കൺട്രോളും ഇല്ലാതെ.
ഫുൾ ഹൈപ്പറായി ലഞ്ച് കഴിഞ്ഞപ്പോൾ. ഇതിലെന്തായാലും കയറാൻ പറ്റും പ്രിയ, ഹൈറ്റ് കുഴപ്പം കാണില്ല. ഇത് പിന്നെ ഭയങ്കര ത്രില്ലിങ് ആയതുകൊണ്ട് പ്രിയയ്ക്കും ഒന്ന് ഒരു എക്സൈറ്റ്മെന്റ് കാണും ഈ ഒരു റൈഡിൽ. ആ ഭയങ്കര സ്പീഡായിരിക്കും, പിടിച്ചിരുന്നോണേ. പിടിച്ചിരുന്ന ഭയങ്കര സ്പീഡാ. താഴെ വീഴോ? ആ നോക്കിക്കോ, പറന്നു പോകും ചിലപ്പോ. ആ ഇന്ന് എന്തായാലും വേദുവിന്റെ ഹാപ്പിയസ്റ്റ് ഡേ ആയിരിക്കും. ഈ ഒരു കഴിഞ്ഞ വർഷം വെച്ച് നോക്കുമ്പോ ഈ സോ ഹാപ്പി. ഇത്രയും സന്തോഷത്തോടെ വേദുവിനെ കണ്ടിട്ടില്ല കേട്ടോ. ബാ അടുത്ത റൈഡിൽ പോവാം. വേദുവിന് കോട്ടൺ ക്യാൻഡി വേണ്ട, അമ്മയ്ക്ക് വേണം. ആ എന്നിട്ട് വേദുവിന്റെ പേര് പറഞ്ഞ് വാങ്ങും. അതെ ഈ റൈഡിലും കൂടെ കയറാൻ തോന്നുന്നു വേദുവിന്. വേദു ഗോൾ അടിച്ചല്ലേ, 2 റൈഡിൽ കയറാൻ പറ്റി. ഇവിടെ വേദു ഗോൾ അടിച്ചല്ലോ, 2 റൈഡിൽ കയറാൻ പറ്റി. യു കാൻ സെറ്റ്, അവന് ഇരുത്തിയാൽ മതി. ആ പ്രിയ ആദ്യമായിട്ട് വേദു റൈഡിൽ ഒറ്റയ്ക്ക് പോകുന്നു. ബാ ആദ്യമായിട്ടേ വേദു റൈഡിൽ ഒറ്റയ്ക്ക് പോകുന്നു. നമ്മുടെ പോലെ തന്നെ OHF ഫാമിലി എല്ലാവരും കാണുക. ഇനി ഇങ്ങനെയായിരിക്കും ആദ്യമേ സ്കൂളിൽ പോകുന്നത്. അപ്പോൾ ഇവരേക്കൊരു വിഷമം, പേടിയും ടെൻഷനൊക്കെ. ഹായ് വേദു, ബൈ. നമുക്കാണ് ടെൻഷൻ, വേദു ഹാപ്പിയാ. ദേ പോന്നു. ഹായ് ഫുൾ ഹാപ്പി ആട്ടോ ആശാൻ. ഇപ്പൊ പിന്നെയും പറയാം. മോൻ എങ്ങനെയുണ്ടായിരുന്നു റൈഡ്? ഇഷ്ടമായെങ്കിൽ ഒരു ഹൈഫൈ ഇതാ. ഓ അതിനിപ്പോ ഫ്ലൈ ചെയ്തല്ല, ഇനി നമുക്ക് വേറെ ഫ്ലൈ ചെയ്യാം. ബാ പ്രിയ, സ്മർഫ്സ് ഹൗസ്, വെരി ക്യൂട്ട്. ബാ. ഓ I would love to live in a house like this. കൊള്ളാലോ. അതിന് പതക്കം ചെയ്യണം അല്ലേ? ഷൂസൊക്കെ ഊരി കേട്ടാ മോൻ. ദേ പ്രിയ, എന്താ ഡയലോഗ്? സ്മർഫ്സ് ഹൗസ്, വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ് അല്ലേ? വാട്ട് എ സെറ്റിംഗ്. ഇത് ശരിക്കും സ്മർഫ്സിന്റെ ഹൗസ് പോലെ ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഒരാൾ പുതച്ചുകൂടി കിടക്കുന്നു. ആണോ? വലിയ ചെയറ്. അൽമാരിക്കകത്ത് വല്ലതും കാണുമോ? തുറക്കാൻ പറ്റില്ല. ആ ലോക്ക്ഡ്. എന്ത് ഭംഗിയല്ലേ ഫർണിച്ചറൊക്കെ. അതെ. അയ്യോ ഞാൻ ഇതൊരു എക്സൈറ്റഡാ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റാ. പുതിയ എന്ത് കാര്യങ്ങളാണെങ്കിലും വേദി പറഞ്ഞു കേട്ടോ. അതിനാണ് ഈ കയറി ഷൂസൊക്കെ ഊരിയിട്ട് കിടക്കുന്നത്. ബാ ബാ ബാ, ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു. ലാംപ് ഷെയ്ഡ് ഒക്കെ നോക്ക്. ബാ, അവിടെ ശാശയുണ്ട്. ബാ. എന്തൊരു കൊതിച്ചിയ കോട്ടയ്ക്ക് എനിക്ക്. അമ്മ തരില്ല വേദു. അത് വേദുവിന്റെ വിചാരം ടോയാന്നാ. ഇതൊരു സംഭവമല്ല, അഡിക്ഷൻ ആയിപ്പോയത്. കോട്ടൺ ക്യാൻഡി ഫ്ലൈയിങ് ഇൻ ദി എയർ, അത്രേ ഉള്ളൂ. ക്ലൗഡ് എടുത്ത് കഴിച്ചാൽ എന്തായിരിക്കും അത് തന്നെയാണ് ഈ കോട്ടൺ ക്യാൻഡി. വേദുവിന് ഇഷ്ടപ്പെട്ടില്ല. എന്നാ വേദു കൈ കാണിക്ക്, കൈ കാണിക്ക്. എന്നാ ആ എന്നാ ഈ കൈ. ആ സ്പ്രേ. ഇത് ശരിക്കും ഇവിടുത്തെ ആംബിയൻസ് മാച്ച് അല്ലേ, മഞ്ഞ കളറൊക്കെ. ഇത് ഹീലിൻ്റെ തന്നെയാണ്. പോക്കറ്റ് ഹാൻഡ് സാനിറ്റൈസർ ആണ്.
ഞാൻ പറഞ്ഞ ഭയങ്കര പോർട്ടബിൾ ആണ്, ഈസി ടു ക്യാരി ആണ്. ഈ ഫ്രണ്ട് പോക്കറ്റിലും ഇടാം. ഷർട്ട് പോക്കറ്റ്സിലും ഇടാം. ഡാഡിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഡാഡി എപ്പോഴും ഇതാണ് ഉപയോഗിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ ഹീലിൻ്റെ വെബ്സൈറ്റിൽ പോയി OHF30 എന്ന് പറഞ്ഞ കോഡ് ഇട്ട് കഴിഞ്ഞാൽ 30% ഓഫ് കാണും. ഹാൻഡ് സാനിറ്റൈസർ പണ്ട് ഒരു വിലയില്ലാത്ത സാധനമാണ്, ഇപ്പം നമുക്കതില്ലാതെ വെളിയിലിറങ്ങാൻ പറ്റുമോ? ഇത് കൊള്ളാമല്ലോ. ഇത് അടിയിൽ പെടലുണ്ട്. ഭാഗ്യം ഇതിലൊക്കെ വേദൂര് കയറാൻ പറ്റിയത്. മിക്ക അമ്യൂസ്മെൻറ്റ് പാർക്കിലും പിള്ളേരുടെ ഏറ്റവും വലിയ കരച്ചിൽ കേൾക്കുന്നത് എന്താണെന്നറിയോ? അവരുടെ ഹൈറ്റ് പറ്റാത്തതുകൊണ്ട് അമ്യൂസ്മെൻറ്റ് പാർക്കിൽ കയറ്റാത്തത്. ഇവിടെ സ്മോൾ കിഡ്സിന് വേണ്ടി ഒരുപാട് റൈഡ്സ് ഉണ്ട്. അതുകൊണ്ട് ഈ വേദുവിൻ്റെ ഏജ് ഒരു 90 സെൻറ്റിമീറ്റേഴ്സിന് മുകളിലാണെങ്കിൽ ഈസി ആയിട്ട് എൻജോയ് ചെയ്യാം. പ്രിയ ചവിട്ടണം കേട്ടോ, അത് സൈക്കിൾ ചവിട്ടണേ. ബൈ. പ്രിയ ചവിട്ടിയാലേ അനങ്ങുള്ളൂ. ആ പെഡല് വെറുതെ വെച്ചിരിക്കുവാണ്, പെഡൽ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രിയ മാത്രമേ ഉള്ളൂ പെഡൽ ചെയ്യാത്ത. ഒന്ന് ചവിട്ട് പ്രിയ. ശരിക്കൊരു ഫുൾ ഡേ വെന്യൂ അല്ലേ? എന്തൊരു രസം, എന്തൊരു ഹ്യൂജാണ്, ഒരു രക്ഷയില്ല. ഇനി ഈ എല്ലാം ഇങ്ങനെ എൻജോയ് ചെയ്ത് വരണമെങ്കിൽ അത് ഷോപ്പിംഗ് സ്ട്രീറ്റും ഉണ്ടല്ലോ വെളിയിൽ. ഈ ഫ്രോസൺ ശരിക്കും എനിക്ക് ഏറ്റവും ഭംഗിയുള്ള ഏരിയ മിക്കവാറും ഫ്രോസന്റെ ഏരിയ ആവാനാണ് സാധ്യത. അടിപൊളിയായിരിക്കും. തിയേറ്ററാ, അതിൻ്റെ അകത്ത് സിനിമ എന്തോ കാണിക്കും, പക്ഷെ റഷ്യൻ ലാംഗ്വേജ് ആയിരിക്കും. അത് കുഴപ്പമില്ല. ഇത് നോക്ക് എന്ത് രസം സ്റ്റാൾസ്. പ്രിയ വീണ്ടും പറയും ഞാൻ ഇപ്പൊ കളിച്ച് ജയിപ്പിച്ചു തരാം അല്ലേ? എനിക്ക് ജയിപ്പിക്കാനൊക്കെ പറ്റും. മറ്റേ കാർഡ് വാങ്ങണം, ഇനിയിപ്പോ കാർഡ് വാങ്ങാൻ വെളിയിൽ പോണം എന്ന് തോന്നുന്നു. ഓ ഇതായിരിക്കും പ്രിയ സംഭവം. കേറാൻ പറ്റിയതായിരുന്നു. ഇത് ഇനി പിള്ളേർക്ക് കയറാൻ പറ്റില്ല. പ്രിയ എനിക്കൊന്ന് നാട്ടിലെ ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോയിങ് ഉള്ള ആനിമേഷൻ മൂവി ഫ്രോസൺ ആവാനാ സാധ്യത. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അത് അകത്തോ അയ്യോ അവരെന്തൊരു അഡിക്റ്റ് ആയിരുന്നു. അവർ രണ്ടുപേരും ഫ്രോസണിലെ പാട്ട് പാടില്ലേ ഒരുമിച്ച്? അയ്യോ ഇതിൻ്റെ അത് കയറുമ്പോൾ വെറുതെ ഒരു തണുപ്പ് തോന്നുന്നല്ലേ? എനിക്കത് ആംബിയൻസിന്റെ ആണെന്ന് തോന്നുന്നു. ആ മെൽറ്റഡ് സ്നോ. ബാ ത്രോൺ റൂം റൈറ്റ് പോവാം ആദ്യമേ. ബാ ലെഫ്റ്റ്. ഓ ഇതാ ഫ്രോസണിലെ റൂമാ പ്രിയ. എന്ത് ഭംഗിയല്ലേ? ത്രോണി കയറി ഇരിക്കണം പ്രിയ. ഞാൻ ഒരു ഫോട്ടോ എടുത്തു തരാം. വേദു ടൈഗർ. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. പക്ഷെ ഒന്നും കൂടെ ആ മോളിൽ കാരണം തീം പാർക്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞു. കുറേ സ്ഥലങ്ങളൊന്നും കയറാൻ പറ്റിയില്ല, കാരണം വേദു ഇല്ലാതെ നമുക്ക് കയറാനൊരു സമാധാനമില്ല, വേദുവും കരയും. പക്ഷെ ഒരുപാട് സ്ഥലത്ത് കയറാൻ പറ്റി. ആൻഡ് വാട്ട് എ മസ്റ്റ് വിസിറ്റ് പ്ലേസ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇറ്റ് ലുക്സ് ലൈക്ക് എ പാലസ്. എല്ലാ പിള്ളേരും എൻജോയ് ചെയ്യും. എ മസ്റ്റ് ഡു തിങ് ഫോർ എ ഫാമിലി ഇൻ മോസ്കോ. What a beautiful place. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ഒന്നും റഷ്യ വന്ന മസ്റ്റായിട്ട് കുട്ടികളെ കൊണ്ട് വരേണ്ട സ്ഥലമാണ്. മസ്റ്റായിട്ട് ഒരു ഫാമിലി ആക്ടിവിറ്റിയാണ്. മാത്രമല്ല വലിയവർക്ക് വരാൻ. അതെ എല്ലാവരും ഹാപ്പി വന്ന ഒരു സ്ഥലമാണ്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുമല്ല, നമ്മളിവിടെ ഇനി 2-3 സ്ഥലം കൂടെ കാണാനുണ്ട് ഈ ഒരു മോളിൽ. അപ്പോൾ മോളിലെ എൻട്രൻസ് ഫ്രീ ആണ്. തീം പാർക്കിൻ്റെ അകത്ത് കയറാനാണ് 2500. പക്ഷെ എല്ലാം ഇൻക്ലൂഡഡ് ആണ്, ഫുഡ് ഒഴികെ. എന്തായാലും നമുക്ക് ഇവിടെ ഒന്ന് കറങ്ങി നടക്കാം. പ്രിയ ഞാൻ ഒരു കാര്യം കൂടെ ഷൂട്ട് ചെയ്യണം. കോഫി ആദ്യമായിട്ട് നമുക്ക് റഷ്യ വന്നേ പിന്നെ കോഫി ഇരുന്ന് കുടിക്കാനുള്ള സൗകര്യമുണ്ട്. അത് റെഡിയാക്കി തരാൻ. പക്ഷെ അതല്ല, ഒരു കാര്യം കൂടെ ഞങ്ങൾക്ക് കാണിക്കണം എന്നില്ലേ? ക്യാൻഡി ഷോപ്പ്. ദിസ് ഇസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് കളർഫുൾ ക്യാൻഡി ഷോപ്പ് ഐ എവർ സീൻ. പാത്തുവിന്റെ സാധനങ്ങളുണ്ട്, മറ്റേ സ്റ്റാർ ക്യാൻഡിയും എല്ലാം ഇപ്പൊ കാണാം. വാ വേദു. വേദു ഗ്ലൗസ് ഇടുക. എങ്ങനെയുണ്ട്? ഓ മൈ ഗോഡ്, പിള്ളേർ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വേദു കുറച്ചും കൂടെ വളർന്നാ കയറണ്ടാട്ടാ. ആ മിഠായി.
ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്യാൻഡീസ് ആണ്. ഇതൊക്കെ എങ്ങനെ നിങ്ങളെ കാണിക്കാതെ ഇവിടുന്ന് പോവും? ഫുൾ ക്യാൻഡി, ചോക്ലേറ്റ്സ് ഇല്ല, എല്ലാം ഈ ക്യാൻഡി ആയിരിക്കും. മേരിയാന് ഭയങ്കര ക്രേവിംഗ്. ആ അതെ. ഓ എന്താണിത് പാത്തു, ജൂജിപ്സ് പോലത്തെ അല്ലേ? നമുക്ക് കുറച്ച് വാങ്ങണോ? പ്രിയക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞ് കയറിയതാ ഞാൻ. ഇതൊക്കെ ഇല്ല, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ എല്ലാം കാലിയാവുമല്ലോ. എന്താണ് കാണിക്കേണ്ടത്? എവിടെ സ്കള്ള്? ഷോ എന്തൊക്കെ കാണിക്കും ഞാൻ. ബാ എല്ലാം ഒന്ന് കാണിക്കട്ടെ. ഇത് ജെല്ലീസ് ഒക്കെ, ഇത് മേരിയാന് ഭയങ്കര ഇഷ്ടമാണ്, ഇത് പാത്തുവിന് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കണ്ടിട്ടുണ്ട്, മഷ്റൂംസ് ഒക്കെ ആയിട്ട്. ഓ ഇത് നോക്കിക്കേ, ഇതിൻ്റെ അപ്പുറം ക്യാൻഡീസ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു കാണുമോ? കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അതെ, ചിൽഗോം കരയും കേട്ടാ, അത്രയും വിഷമം വരും. വേദുവിന് വിശക്കുന്നു. ഇതൊക്കെ എന്താ ഇത്? ഐസ്ക്രീംസോ? അറിയാത്ത കുറെ സാധനങ്ങളുണ്ട്, ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. എന്തിനാ? നോക്കട്ടെ, എന്നാ ഫോൺ വേണ്ടാന്ന് പറഞ്ഞ കേറിയ ആളാ. കൺട്രോൾ പോയില്ലേ? ഇതിന്റെ റേറ്റ് ഒന്നും എനിക്കറിയില്ല കേട്ടാ. ഇപ്പൊ തരും, പാക്ക് ചെയ്യട്ടെ അവര്. അയ്യോ ഇത് കുറേ ഉണ്ടല്ലോ, 100. ഓക്കെ, ഇതും എടുക്കുമല്ലോ ജെല്ലി, അതും 50. ഓ 50, ഇത് 50 ഗ്രാംസ്. വെയിറ്റ് ചെയ്യന്റെ പ്രിയ, ഇത് രണ്ടും മതിയല്ലോ. ഞാൻ ഇപ്പം എന്തെങ്കിലും ചോക്ലേറ്റും കൂടെ എടുക്കട്ടെ. ഇതും കൂടെ എടുക്കാതെ പോകാൻ വയ്യാട്ട. ഹേസൽനട്ടാണ്, പക്ഷെ കളറും എൻ്റെ ഫേവറേറ്റ് നട്ട് ഹേസൽനട്ടാണ്. അതിൻ്റെ കൂടെ ഇങ്ങനത്തെ സാധനങ്ങളും കളേഴ്സും കാണുമ്പോൾ ഷോ പോയി. പ്രിയ പോയി, മാഷ്മല വെട്ടിയോടെ പ്രിയ പോയി അല്ലേ? പ്രിയ, ഞാൻ ഹേസൽനട്ടും എടുത്തു. ഹേസൽനട്ട് ഞാൻ എടുത്തു. അത് വെന്യൂട്ടേക്ക് ഞാനും എടുക്കണ്ട. പിന്നെ അല്ല, ഒരു സന്തോഷമാണ്. കണ്ണ് ആർക്കെങ്കിലും വേണം, നാട്ടിൽ ആർക്കെങ്കിലും കണ്ണ് വേണമെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് തന്നേനെ. വേദ കുറച്ചുകൂടെ വളർന്ന ഇതൊന്നും നമുക്ക് കിട്ടില്ല കേട്ടാ. ഇത് എത്ര രൂപയാവോ? ഇനി വല്ല 2000 രൂപ എന്നൊക്കെ പറയോ? വലിയ എക്സ്പെൻസ് ഒന്നും ഇല്ല. നാട്ടിലെ ലുലുവിന്റെ ഒക്കെ ഓൾമോസ്റ്റ് സെയിം റേറ്റ്. പക്ഷെ വീണ്ടും ഞാൻ പറയുക കേട്ടാ, ക്വാളിറ്റി ഭയങ്കര വ്യത്യാസമാണ്. അതെ, അതുകൊണ്ടാണ് ഞാനും എടുത്തത്. എല്ലാം കൂടെ 1100 and something. എനിക്കൊന്നും എല്ലാം കൂടെ ഒരു എത്ര 400-500 ഗ്രാം ഉണ്ട്. ബോത്ത് ഇറ്റ്. അതെ. അപ്പൊ നമുക്ക് ഇരുന്ന് കോഫി കുടിച്ച് ഇനി നമുക്ക് റൂമിൽ പോയി റിലാക്സ് ചെയ്യാം അല്ലേ? അപ്പൊ എന്തായാലും ഹൗ ബ്യൂട്ടിഫുൾ വാസ് ദിസ് ഡേ. A day to remember forever. എനിക്കൊന്ന് വേദു വലുതായിട്ട് ഇത് യൂട്യൂബ് കാണുമ്പോൾ he loved today's vlog. അതെ, അടിപൊളി, എല്ലാം അടിപൊളി ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. ഹോപ്പ് യു ഗൈസ് ഹാഡ് ലോട്ട്സ് ഓഫ് ഫൺ ലൈക്ക് ഹൗ വി ഹാഡ് ഓൾസോ. ആൻഡ് ഇനി എന്തായാലും അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി. ആള് വന്നില്ലേ? ബൈ പറ. ഫ്രീ ഏരിയ ആണ്, ഇവിടെ ഒന്നും പേ ചെയ്യണ്ട. ഇവിടെ ഇരുന്ന് ഔട്ട്ഡോർ ഡൈനിങ് അലൗഡ് ആണല്ലോ, സോ ഔട്ട്ഡോർ ഡൈനിങ് ചെയ്യാം. ജസ്റ്റ് ഹൗ പ്രിറ്റി ഇറ്റ് ഇസ്, ഹൗ ബ്യൂട്ടിഫുൾ. അവിടെ ലോഞ്ച് ചെയർസ് ഉണ്ട്, അതിൻ്റെ ബാക്കിൽ ഹാമക്ക് ഉണ്ട്. ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. കണ്ട, ഹാമക്സ് ഉണ്ട്, അതൊക്കെ ഫ്രീ ആണ്. നമുക്ക് ഒന്നിനും പൈസ കൊടുക്കണ്ട. എൻട്രൻസ് ടിക്കറ്റ് പോലും വേണ്ട. ഇതിൻ്റെ അകത്ത് കയറുമ്പോഴാണ് എൻട്രൻസ് വേണ്ടത്. പക്ഷേ വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. പ്രിയ, എന്തൊരു ഫീലല്ലേ ഇവിടെ. Everyone is like so chilled out. ബാക്കിൽ ഊഞ്ഞാലാടുന്നു, കണ്ടോ? I don't know, പക്ഷെ I know that they are enjoying their life. അല്ലേ? അതെ. ആ ഷാർക്ക് ഉണ്ട് വേദു. What a beautiful place. ഇനി ഇതിന്റെ അകത്ത് എന്തായിരിക്കും അപ്പൊ? വെളിയിൽ തന്നെ ഇങ്ങനെയാണെങ്കിൽ അല്ലേ? I love Dream Island. കണ്ട, എക്സാക്ട്ലി ഞാൻ കയറുന്നതിന് മുമ്പ് പറയാം, I love Dream Island.